ഹായ്, നമ്മളിന്ന് ക്യാപ്സ്യൂൾ സീരീസിലെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ സക്സസ് ആയിട്ട് പഠിച്ചു. അപ്പൊ നിങ്ങൾ എക്സാമിക്ക് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, നമ്മള് സിമ്പിൾ ആയിട്ട് എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് പറഞ്ഞുതരാം, നമ്പർ കൺവേർഷൻസ്. ഓക്കെ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകണം. ഓക്കെ, ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആണ്, നമുക്ക് ഒന്നും കൂടെ തറാക്കി പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. എന്നാണ് നമ്പർ സിസ്റ്റം? അതായത് കുറെ നമ്പേഴ്സ് അല്ല, നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്, നമ്പർ സിസ്റ്റം. അപ്പൊ നമുക്ക് നമ്മളെ നമ്പർ സിസ്റ്റത്തിലെ ആദ്യത്തെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. എന്താണ് നമ്പർ സിസ്റ്റം പേരെന്താണ്? ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളില് നിങ്ങൾക്ക് രണ്ട് സിമ്പിൾസ് ആണ് വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് രണ്ട് സിമ്പിൾസ്? സീറോയും വണ്ണും. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ രണ്ട് സിമ്പിൾസ് ആണുള്ളത്. ആരൊക്കെയാണ് അവര്? സീറോയും വണ്ണും. അപ്പൊ ടോട്ടൽ എത്ര സിമ്പിൾസ് ഉണ്ട്? 1, 2. രണ്ട് പേരുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് എത്രയായിക്കുള്ളൂ? 2 ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവിടെ നിന്ന് കിട്ടി. എന്താണ്? ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ എത്ര നമ്പേഴ്സ് ആണ്, അതായത് എത്ര നമ്പർ ഓഫ് സിമ്പിൾസ് ആണോ ഉള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ബേസ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത നമ്പർ സിസ്റ്റം നോക്കിയാലോ? ഒക്ടൽ നമ്പർ സിസ്റ്റം. അപ്പൊ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 8 നമ്പേഴ്സ് ഉണ്ടാവും. ആരൊക്കെയാണ് നോക്കിയേ? 0, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 0 തൊട്ട് തുടങ്ങണോണ്ട് 8 ഇല്ല. ബേസ് ആണ് 8. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ആരില്ല? 8 എന്ന് പറഞ്ഞ നമ്പർ ഇല്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ 0 തൊട്ട് 9 വരെയുള്ള സിമ്പിൾസ് ആണുള്ളത്. ഓക്കെ, ആരൊക്കെയാണുള്ളത്? 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ്. ടോട്ടൽ അവർ എത്ര പേരുണ്ട്? 10 പേരല്ലേ ഉള്ളത്. 0 അടക്കം 10 പേരാണുള്ളത്. അപ്പൊ അവരുടെ ബേസ് എത്രയായിരിക്കുള്ളൂ? 10 ആയിരിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? A തൊട്ട് F വരെയുള്ള ലെറ്റേഴ്സുമാണ് ഉള്ളത്. സെറ്റ് അല്ലേ? അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സും A തൊട്ട് F വരെയുള്ള ലെറ്റേഴ്സുമാണ് ഉള്ളത്. ഇതില് എനെ റെപ്രസെന്റ് ചെയ്യാൻ 10 ആണ്. അതായത് 10 ആണ് നമ്മളുടെ ആര്? എ. ഇനി ബിനെ റെപ്രസെന്റ് ചെയ്യാനായിക്കൊള്ളൂ 11 ആയിക്കൊള്ളൂ. C12, D13, E14, F15. സെറ്റ് അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ബേസ് നോക്കിയേ, ടോട്ടൽ ഇവര് 16 ആൾക്കാരുള്ളതുകൊണ്ട് ബേസ് എത്ര ആയിക്കൊള്ളൂ? 16 ആയിക്കൊള്ളൂ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ബൈനറി നമ്പർ സിസ്റ്റത്തിനുള്ളിൽ 2 ഉണ്ടാ? ഇല്ല അല്ലെ, 1 വരെ ഉള്ളൂ. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനുള്ളിൽ 8 ഉണ്ടാ? ഇല്ല, 7 വരെ ഉള്ളൂ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനുള്ളിൽ 10 ഉണ്ടാ? ഇല്ല, 9 വരെ ഉള്ളൂ. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനുള്ളിൽ 16 വരെ ഉണ്ടാ? ഇല്ല, F വരെ ഉള്ളൂ, അതായത് 15 വരെ. സെറ്റ് അല്ലേ? ഇനി ഇവിടെ ഒരു ഇതുണ്ട്, ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ആർ കോൾഡ് ഡാഷ്. പഠിച്ചല്ലേ? ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ എത്ര നമ്പേഴ്സ് ആണോ ഉള്ളത് അതിനെന്താ പറയാ? നമ്മളിവിടെ പഠിച്ചോളൂ, 2 സിമ്പിൾസ് ഉള്ളതുകൊണ്ട് ബേസ് 2. അപ്പൊ നമ്പർ ഓഫ് സിമ്പിൾസ് എത്ര ആണോ അതിന് എന്ത് പറയാം? ബേസ് ഓർ റാഡിക്സ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. അടുത്ത പോർഷൻ നമ്പർ കൺവേർഷൻ ആണ് വരണത്. ഓക്കെ, നമ്പർ കൺവേർഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒരു ചെറിയ കോഡൊക്കെ പറഞ്ഞുതരാം, അത് വെച്ച് പഠിക്കാം നമുക്ക്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കൺവേർഷൻ വരുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ഏതിലോട്ട് മാറ്റണം? ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ഡി അല്ലേ വന്നേക്കണത്? നോക്കിയേ, ഫസ്റ്റ് ഡി ആണ് വന്നേക്കണത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഫസ്റ്റ് തന്നെ ഡി എന്ന് പറഞ്ഞ ലെറ്റർ ആണ് വരണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഡി ഫോർ ഡിവിഷൻ. എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ. ഫസ്റ്റ് ഡി വന്നാൽ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ആരെ വെച്ച് ചെയ്യണം? ഓക്കെ, ഏതിൽ കാണോ മാറ്റേണ്ടത്, അതിന്റെ ബേസ് വെച്ച് ഡിവിഷൻ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഫസ്റ്റ് ഡി ആണ്. അപ്പൊ നമുക്കറിയാം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ഏതിൽക്കാണ് മാറ്റേണ്ടത്? ബൈനറിയിലോട്ട്. അപ്പൊ ആരെ വെച്ച് ഡിവൈഡ് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. സിമ്പിൾ. അപ്പൊ നോക്കിയേ, ഇവിടെ 30 എന്ന് പറഞ്ഞ നമ്പറിന്റെ ബൈനറി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്ത് 30നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോണു. അപ്പൊ നമുക്കറിയാം 30ല് 15 ടൈംസ് ആണ് 2 ഉള്ളത്. റിമൈൻഡർ എത്ര വരും? ബാക്കി സിസ്റ്റം വല്ലതുണ്ടാ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 0 എഴുതി. നെക്സ്റ്റ് 15ൽ എത്ര 2 ഉണ്ട് നോക്കണം.
ഓക്കെ, നമുക്കറിയാലോ എന്ത് 7 2s are 14 ആണ് നമുക്കറിയാം. അപ്പൊ ടീച്ചർ എന്ത് ചെയ്ത് ആ 7 അവിടെ എഴുതി കൊടുത്ത് നമ്മുടെ കയ്യിൽ 15 ഉണ്ട്. സോ റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. നെക്സ്റ്റ് നമുക്കറിയാം 7-ല് എത്ര 2s ഉണ്ട് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കിയേ, 7-ല് ടോട്ടല് നമുക്കറിയാം 6 ടൈംസ് 3 ടൈംസ് ആണുള്ളത്. 3 2s are 6. ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്. നെക്സ്റ്റ് 3-ൽ എത്ര 2 ഉണ്ട് നോക്കാം. ഒരു പ്രാവശ്യം ഉണ്ട്, റിമൈൻഡർ 1 ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഈ 1 അതായത് ഈ 1 2-ല് പോവില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ 1 ഇങ്ങോട്ട് ഇറക്കി എഴുതും. സെറ്റ് അല്ലേ? ആ 1 ഞാൻ എന്ത് ചെയ്ത് ഇറക്കി എഴുതി. 0 ഒന്നും കൺസിഡർ ചെയ്യില്ല കേട്ടാ. ഈ 1 ഞാൻ എന്ത് ചെയ്ത് ഇറക്കി എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? അടിയിന്ന് മേലോട്ട് എഴുതും. എന്ത് ചെയ്തു? അടിയിന്ന് മേലോട്ട് എഴുതും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 1 1 1 1 0. നോക്കിയപ്പോ 4 1 1 0. സെറ്റ് അല്ലേ? ഇനി അടുത്ത നമ്പർ നോക്കാം. 100-ന് ചെയ്യാൻ പോകും. നമുക്കറിയാം 100-ൽ എത്ര പ്രാവശ്യം പോകും? 50 പ്രാവശ്യം പോകും. റിമൈൻഡർ എത്ര വരും? 0 പോവും. 0 ആയിരിക്കുള്ളൂ. ഇനി 15 എത്ര ടൈംസ് ഉണ്ട്? 25 ടൈംസ് ഉണ്ട്. ബാക്കി 0. ഇനി നമുക്കറിയാം 2 × 12 24 അങ്ങനെ നമ്മുടെ കയ്യിൽ 25 ഉണ്ട്. ബാക്കി 1. ഇനി 12-ൽ ഡയറക്റ്റ് പൊക്കോളും 2 6 12 ആണ്. അപ്പൊ റിമൈൻഡർ 0. നെക്സ്റ്റ് 6-ലും 2 ഡയറക്റ്റ് പൊക്കോളും 3 ടൈംസ് പൊക്കോളും. റിമൈൻഡർ 0. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. അതുകൊണ്ടാണ് ടീച്ചർ സ്പീഡിൽ പറഞ്ഞു പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തന്നെ ചാപ്റ്റർ വീഡിയോ കിടക്കുന്നുണ്ട്. അത് നന്നായിട്ട് കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ട് പതുക്കെ പറഞ്ഞു പോണ വേർഷൻ ഉണ്ട്. അത് കണ്ടാലും മതി കേട്ടാ. ഇനി അടുത്തത് 3 ടൈംസ് പോകും. അപ്പൊ റിമൈൻഡർ 0 കൊടുത്ത്. നെക്സ്റ്റ് നോക്കി, ഇവിടെ 3-ൽ എത്ര 2 ഉണ്ട് നോക്കും. അപ്പൊ ആകെ ഒരൊറ്റ പ്രാവശ്യം ഉള്ളു. ബാക്കി 1. ഇനി 2 1-ല് പോവോ? ഇല്ല. ഇപ്പുറത്ത് ഉള്ളില് ചെറിയ നമ്പർ വന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് ഇറക്കി എഴുതും. എന്നിട്ട് തന്നേക്കുന്ന നമ്പറിന് എന്ത് ചെയ്യണം? അടിയിന്ന് മേലോട്ട് എഴുതണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 1 1 0 0 1 0 0. ബേസ് എത്രയാണ്? 2. അത്ര ഉള്ളു പരിപാടി. ഇനി അടുത്ത് നോക്കാം നമുക്ക്. അടുത്തത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. എന്താണ് പറയുന്നത്? ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഡി അല്ലേ വന്നേക്കണത്. നമുക്കറിയാം ഫസ്റ്റ് ഡി വന്ന ടീച്ചർ എന്ത് ചെയ്യണം? പറഞ്ഞേക്കണത് ഡിവിഷൻ ചെയ്യണം. ഒക്ടലിലേക്ക് മാറുന്നോണ്ട് 6 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും, 8 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സെറ്റ് അല്ലേ? നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ. നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കാം. 120 ആണ് തന്നിരിക്കുന്നത്. ഒക്ടലിലേക്ക് ആക്കേണ്ടത് കൊണ്ട് ഒക്ടലിന്റെ ബേസ് 8 ആയതുകൊണ്ട് ടീച്ചർ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്ത്? 8 വെച്ച് ഡിവൈഡ് ചെയ്ത്. അപ്പൊ 120-നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ 15 × 8 ഡയറക്റ്റ്, അതായത് 15 × 8 ചെയ്യുമ്പോൾ എനിക്ക് എത്ര തന്നെ കിട്ടും? 120 ഡയറക്റ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് റിമൈൻഡർ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ ടീച്ചർ എന്ത് ചെയ്ത്? 0 കൊടുത്ത്. നെക്സ്റ്റ് 15-ൽ എത്ര പ്രാവശ്യം 8 ഉണ്ട്? നമുക്കറിയാം ഒരൊറ്റ പ്രാവശ്യം ഉള്ളു അല്ലെ. 1 × 8 8. ബാക്കി എത്ര ഉണ്ട്? 7. ഓക്കെ, ബാക്കി എത്ര ഉണ്ട്? 7 ഉണ്ട്. ആ 7 ആണിത്. ഇനി നെക്സ്റ്റ് ഇവിടെ 8 പോവോ? ബാക്കി 1 ഉണ്ട്. ഒരു പ്രാവശ്യം പോകേണ്ട 1 ആണിത്. ഈ 1 8-ൽ 1 പോവില്ല അല്ലെ. 8-നേക്കാളും ചെറിയ നമ്പർ ആണിത്. അങ്ങനെ ഉള്ളിൽ ചെറിയ നമ്പർ വന്നാൽ നമ്മ എന്ത് ചെയ്യും? അടിയിലോട്ട് എടുത്തെഴുതും. ഉള്ളിൽ ചെറിയ നമ്പർ വന്നാൽ നമ്മ എന്ത് ചെയ്യും? അടിയിലോട്ട് എടുത്തെഴുതും. എടുത്തെഴുതിയപ്പോ ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട. എടുത്തെഴുതിയപ്പോ എനിക്ക് എന്ത് കിട്ടി? അടിയിൽ നിന്ന് മേലോട്ട് എഴുതുമ്പോ 1 7 0. ഒക്ടലിലേക്ക് മാറുന്നോണ്ട് ബേസ് 8. അത്ര ഉള്ളു പരിപാടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഫസ്റ്റ് ഡി വന്ന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണത്? ഡിവിഷൻ. ഹെക്സാഡെസിമലിലേക്കാണ് മാറ്റണത്. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. അപ്പൊ നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യും? 16 വെച്ച് ഡിവൈഡ് ചെയ്യും. സിമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 165-നെയാണ് നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടത്? ഹെക്സാഡെസിമലിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? 165 എഴുതി. 16 വെച്ച് ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്കറിയാം 10 × 16 160 ആണെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ 165 ഉണ്ട്. അപ്പൊ ബാക്കി എത്രയുണ്ട്? 5. സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് 10-നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കണം. പോവോടാ, ഉള്ളിൽ കുഞ്ഞു നമ്പർ വന്ന് പുറത്താളേക്കാട്ടിലും കുഞ്ഞാണ് ഉള്ളിൽ വന്ന് നമ്മൾ എന്ത് എടുത്തെഴുതും. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തി? 10 പോവാത്തോണ്ട് അതിന് എന്ത് ചെയ്തി? എടുത്തെഴുതി. ഇനി ടീച്ചർ ഒരു കാര്യം ചെയ്തിട്ട് 10 എന്നാണ് എഴുതാ. നമുക്കറിയാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഉള്ളില് 10 എന്ന് പറഞ്ഞാൽ ആരാണ്? എ. 11 പറഞ്ഞാൽ ആരാണ്? ബി. 12 പറഞ്ഞാൽ ആരാണ്? സി. അങ്ങനെയാണ് പോവാ അല്ലെ. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ ആരായിക്കുള്ളൂ? എ ആയിരിക്കുള്ളൂ. അടിയിൽ നിന്ന് മേലോട്ട് എഴുതുമ്പോ A5. സെറ്റ് അല്ലേ? അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഫുള്ള് ഡെസിമൽ ടു എന്ന് പറഞ്ഞ കൺവേർഷൻ ആയിരുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം അല്ലെ. സിമ്പിൾ ആയിട്ട് നോക്കാട്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? ഫസ്റ്റ് നമ്മള് ഡെസിമൽ ടു ബൈനറി ചെയ്തു.
പിന്നെ ഡെസിമൽ ടു ഒക്ടൽ ചെയ്തു, പിന്നെ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ചെയ്തു. ഇവിടെ എല്ലായിടത്തും ഫസ്റ്റ് ഡി വന്നോണ്ട് നമ്മൾ എന്താ ചെയ്തത്? ഡിവിഷൻ ആണ് ചെയ്തത്. എന്താ ചെയ്തത്? ഡിവിഷൻ ആണ് ചെയ്തത്. ഓക്കെ, എന്ത് വെച്ച്? ബൈനറി ആക്കുമ്പോ ബൈനറിയുടെ ബേസ് 2 ആയോണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്ത്, ഒക്ടലിലേക്ക് ആക്കുമ്പോ ഒക്ടലിന്റെ ബേസ് 8 ആയോണ്ട് 8 വെച്ച് ഡിവൈഡ് ചെയ്ത്, ഹെക്സാഡെസിമലിലേക്ക് ആക്കുമ്പോ ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആയോണ്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നേരെ തിരിച്ച്, അതായത് ഇവിടെ രണ്ടാമതാണ് ഡി വരെ. അപ്പൊ ആലോചിക്ക, സെക്കൻഡ് ഡി വന്നാ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഡി വന്നാല് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. രണ്ടാമത് ഡി വന്ന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ ബൈനറി ടു ഡെസിമൽ, രണ്ടാമതല്ലേ ഡി വന്നത്, അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, തന്നേക്കണ നമ്പർ ഇതാണ്, ഇതിനെയാണ് എനിക്ക് ഡെസിമലിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഈ നമ്പറിന് ഒരു വെയിറ്റ് കൊടുക്കും. ഓക്കെ, അപ്പൊ എനിക്ക് ബൈനറി നമ്പർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഇയാൾക്ക് 2⁻0 കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ആൾക്ക് 2⁻1 കൊടുക്കും, നെക്സ്റ്റ് ആൾക്ക് 2⁻2, അടുത്ത 2⁻3, 2⁻4, 2⁻5. എങ്ങനെ ചെയ്തത്? 0 തൊട്ട് തുടങ്ങി എവിടെ നിന്ന്? റൈറ്റ് എന്നാണ് ഞാൻ കൊടുത്തു തുടങ്ങിയത്. 2⁻0, 2⁻1 എന്ന് പറഞ്ഞിട്ട് 0 തുടങ്ങി എവിടെ നിന്നാണ് കൊടുത്തു തുടങ്ങിയത്? റൈറ്റ് എന്ന് കൊടുത്തു തുടങ്ങി. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യും? ഈ ഫസ്റ്റത്തെ നമ്പർ 1 ആണ്, സോ 1 × 2⁻5 പ്ലസ് നെക്സ്റ്റ് 1 ആണ്, 1 × 2⁻4 പ്ലസ് നെക്സ്റ്റ് 0 × 2⁻3 പ്ലസ് നെക്സ്റ്റ് 0 × 2⁻2. അങ്ങനെ എല്ലാം ചെയ്തു പോവാ. ഇവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നേക്കുന്ന നമ്പർ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോ നമ്പറിനെയും എന്ത് വിളിക്കാം? ബിറ്റ്സ് എന്ന് വിളിക്കാം. ഇതിന് നമ്മൾ കൊടുത്തേക്കുന്നതാണ് എന്ത്? വെയിറ്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ കൊടുത്തു പോയതിന്റെ രീതിയിൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തേക്കണത്? മൾട്ടിപ്ലൈ ചെയ്ത് പോയേക്കണത്. അപ്പൊ എനിക്ക് ആൻസർ എന്ത് കിട്ടി? 15 ആൻസർ കിട്ടി. അത്രേ ഉള്ളൂ. ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ടീച്ചർ നേരത്തെ പറഞ്ഞു രണ്ടാമതാണ് ഡി വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ടാമതല്ലേ ഡി വന്നേക്കണത്? അതെ, അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. തന്നേക്കുന്ന നമ്പർ ഏതാ നോക്കാനാണ്? 167. 167ന് എന്ത് കൊടുക്കണം? വെയിറ്റ് കൊടുക്കണം. ഒക്ടലിക്ക് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? 8⁻0, 8⁻1, 8⁻2. നേരത്തെ ബൈനറി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? 2⁻0, 2⁻1 എന്നുള്ള രീതി കൊടുത്തത്. ഇവിടെ ഒക്ടലി കിടക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? 8⁻0, 8⁻1 പോലെ കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ 167ല് ഈ റൈറ്റ് അറ്റം തുടങ്ങുക, ഈ അറ്റത്തെ ആൾക്ക് എന്ത് കൊടുക്കുക? 8⁻0, നെക്സ്റ്റ് 8⁻1, നെക്സ്റ്റ് 8⁻2. സിമ്പിൾ. എന്ത് ചെയ്യാം? ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 1 × 8⁻2 പ്ലസ് 6 × 8⁻1 പ്ലസ് 7 × 8⁻0. അത്രയുള്ള പരിപാടി. ഇവിടെ നോക്കിയേ, 8⁻0 എത്രയാണ് വരാം? 1 ആണ് ട്ടോ വരാം. എന്ത് ⁻0 വന്നിട്ടുണ്ടെങ്കിലും ആൻസർ എന്തായിരിക്കുള്ളൂ? 1 ആയിരിക്കുള്ളൂ. അപ്പൊ x⁻0 എത്ര ആയിരിക്കുള്ളൂ? 1 ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. ഇവിടെ ഡി എപ്പോഴാ വന്നേക്കണത്? രണ്ടാമതല്ലേ ഡി വന്നേക്കണത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഡി വന്ന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് കൊടുക്കേണ്ടത് എങ്ങനെ ആയിക്കുള്ളൂ? 60⁻0, 60⁻1, 60⁻2 എന്നുള്ള രീതിയിൽ കൊടുത്തു പോകണം. അപ്പൊ എനിക്ക് തന്നേക്കണ നമ്പർ ആരാന്ന് നോക്കുക? 2b5. ആരാണ്? 2b5. അപ്പൊ നമുക്ക് നോക്കിയാലോ. 2 എന്ന് പറഞ്ഞാൽ ആരാ? 2 എന്ന് പറഞ്ഞാൽ 2 60⁻2. ബി എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കറിയാം എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കുള്ളൂ? അപ്പൊ 11 ആയിരിക്കുള്ളൂ. അതായത് ഇവിടെ 11 ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? 2 × 60⁻2 പ്ലസ് 11. ബി ആണ് ട്ടോ. ബി ആരാണ്? 11 ആണ്. സോ 11 × 60⁻1 പ്ലസ് ലാസ്റ്റ് 5 × 60⁻0. അപ്പൊ എനിക്ക് ആൻസർ എത്ര കിട്ടി? 693 കിട്ടി. നെക്സ്റ്റ് നോക്കാം, ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. അതിന് മുന്നായിട്ട് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ചത് ഏതൊക്കെ കൺവേർഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്? ഈ സെക്ഷൻ നോക്കാം നമുക്ക്. ആദ്യം ഞാൻ പഠിച്ചത് ബൈനറി ടു ഡെസിമൽ പഠിച്ചു, പിന്നെ ഞാൻ ഒക്ടൽ ടു ഡെസിമൽ പഠിച്ചു, പിന്നെ ഞാൻ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ പഠിച്ചു. എല്ലാത്തിലും രണ്ടാമത് ഡി വന്നു. എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഒക്ടൽ ടു ബൈനറി. ഡി എന്നുള്ള ലെറ്റർ വരുന്നുണ്ട്. നമുക്കറിയാം ഡി ഫസ്റ്റ് വന്ന ഏതാ? ഡിവിഷനും ഡി സെക്കൻഡ് വന്ന മൾട്ടിപ്ലിക്കേഷനും. ഇവിടെ ഡി വരുന്നുണ്ടാ? ഇല്ല.
ഡി വരണില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബേസ് ആരാന്ന് നോക്കാം. ആരാണ്? ഒക്ടലിന്റെ ബേസ് 8. അതിന് നേരെ ഹാഫ് എടുക്കാം. ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? 4, അതിന്റെ പകുതി 2, അതിന്റെ പകുതി 1. ഈ നമ്പറാണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട. ഏത് നമ്പറാണ്? 4, 2, 1. എന്ത് ചെയ്യുക? അതൊരു ചെറിയൊരു കോഡാണ്. ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, വേറൊരു രീതിയും ഉണ്ട് അതിൽ ചെയ്യണമെങ്കിൽ അതിൽ ചെയ്യാം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. 4 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 4 പ്രാവശ്യം 1 എഴുതി പോവാ. ഇനി 4 ആയതുകൊണ്ട് 4 പ്രാവശ്യം എന്ത് ചെയ്യുക? 0 എഴുതി പോവാ. 2 ആയതുകൊണ്ട് 2 പ്രാവശ്യം 1 എഴുതാ, 2 പ്രാവശ്യം 0 എഴുതാ, 2 പ്രാവശ്യം 1 എഴുതാ, 2 പ്രാവശ്യം 0 എഴുതാ. ഇവിടെ 1 ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം 1 0 1 0 എഴുതി പോവാ. ഇവിടെ മൊത്തം 0 ആയതുകൊണ്ട് എന്ത് ചെയ്യാ? 0 1 2 3 4 5 6 7 ഇത്രയുള്ള പരിപാടി. ഇനി ഇവിടെ നോക്കിയാൽ ചെയ്യണം എങ്ങനെയാ നോക്കാട്ടോ. കൺവേർട്ട് 437 ബേസ് 8 into ബൈനറി. തന്നേക്കുന്ന നമ്പർ ഒക്ടലിലാണ് കിടക്കുന്നത്. എന്തിക്ക് മാറ്റണം? നമുക്ക് ബൈനറിയിലോട്ട് മാറ്റണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 4ന്റെ ബൈനറി വേണം നിങ്ങൾക്ക്, 3യുടെ ബൈനറി വേണം, 7ന്റെ ബൈനറി വേണം. ദേ 437. അപ്പൊ ഇവർ ഓരോരുത്തരെ ബൈനറി നമ്പർ മതി. ഈ ബൈനറി നമ്പർ എവിടെ നിന്ന് കിട്ടും? ഇവിടെ നിന്ന് കിട്ടും. ദേ 4ന്റെ ബൈനറി നമ്പർ ഇവിടെ ഉണ്ട്. പിന്നെ ആരെയാണ് വേണ്ടത്? 3ന്റെ 7ന്റെ ഇവിടെ ഉണ്ട്, 3ന്റെ ഇവിടെ ഉണ്ട്, 7ന്റെ ഇവിടെ ഉണ്ട്. ഇത് അങ്ങോട്ട് എടുത്ത് എഴുതിയാ പോരെ? മതിയില്ലേ? അപ്പൊ എനിക്ക് ഇവിടെ ആൻസർ കിട്ടി. ആ നമ്പേഴ്സ് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി ടീച്ചർ വേറൊരു സാധനം കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് ആരെയുന്നു? 4 3 7. ഈ നമ്പേഴ്സിന്റെ ആയിരുന്നു എനിക്ക് എന്ത് വേണ്ടത്? ബൈനറി വേണ്ടത്. നമ്മൾ എപ്പോഴും ആലോചിച്ച് വെക്കുന്ന നമ്പർ ഏതാണ്? 4 2 1. ഓക്കെ, ഇനി ഇതില് 4 ആവാൻ വേണ്ടി ആരൊക്കെ യൂസ് ചെയ്ത 4നെ കിട്ടും? എനിക്ക് ഇവിടെ 4 ഉണ്ടല്ലോ. അപ്പൊ ഇതിന് മാത്രം എനിക്ക് ആവശ്യമുണ്ട്. ഇവർ രണ്ടുപേരും എനിക്ക് ആവശ്യം ഉണ്ടായ ഇല്ല. ആവശ്യമില്ലെങ്കിൽ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് 1 കൊടുക്കുക. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് 3 ആണ്. 3 ആവുമ്പോ 4ഉം 2ഉം കൂട്ടിയ 3 കിട്ടോ? ഇല്ല. 2ഉം 1ഉം കൂട്ടിയ 3 കിട്ടൂലേ? കിട്ടും. അപ്പൊ എനിക്ക് 2നെയും ആവശ്യമുണ്ട്, 1നെയും ആവശ്യമുണ്ട്. 4ന് എനിക്ക് ആവശ്യം ഉണ്ടായ ഇല്ല. അപ്പൊ 0 ഇട്ട് കൊടുക്കുക. ഇനി എനിക്ക് 7നെ വേണം. 4ഉം 2ഉം കൂട്ടിയാൽ 6, 1 കൂട്ടിയാൽ 7. അപ്പൊ ഈ 3 ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 3 എണ്ണത്തിനും 1 ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്താലും മതി. അപ്പൊ നമ്മൾ 4 3 7ന്റെ ആൻസർ എന്തായിരിക്കുള്ളൂ? 1 0 0 0 1 1 3 ഉണ്ട്. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നേരെ തിരിച്ച് ബൈനറി ടു ഒക്ടൽ. ബൈനറി നമ്പറിനെ എന്താക്കി മാറ്റണം? ഒക്ടലാക്കി മാറ്റണം. അപ്പൊ ഡി ഒന്നും വന്നിട്ടുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ഒന്നല്ല. ഒക്ടലിന്റെ ബേസ് എടുക്കപ്പോ 4, ബാക്കി പകുതി എടുക്കുക 4 2 1. ഈ നമ്പർ ആണ് ആലോചിച്ച് വെക്കേണ്ടത്. ഒക്ടലിന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവര് 3 പേരുള്ളതുകൊണ്ട് തന്നേക്കണ നമ്പറിനെ എന്താക്കുക? 3 ആൾക്കാരുള്ളാക്കി സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. ഓക്കെ, തന്നേക്കണ നമ്പറിനെ എന്ത് ചെയ്യാം? 3 ആൾക്കാരാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഈ അറ്റത്ത് റൈറ്റ് അറ്റത്ത് നിന്ന് വേണം തുടങ്ങാനായിട്ട്. അങ്ങനെ തുടങ്ങിയപ്പോ ഞാൻ 3 പേരാക്കി സ്പ്ലിറ്റ് ചെയ്തപ്പോ ഇവിടെ അറ്റത്തെത്തിയപ്പോ 2 പേരുള്ളൂ. അപ്പൊ 3 എണ്ണം വേണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് ഒരാൾ അങ്ങോട്ട് തികയ്ക്കാം. ഇത്ര തന്നെ. എന്നിട്ട് എന്ത് ചെയ്യാ? ഓരോരുത്തരെ പോയി നോക്കാം. ഇവിടെ 0 1 1 ആരുടെ കയ്യിലാണ് 0 1 1 ഉള്ളത്? 3യുടെ കയ്യിലുണ്ട് എന്ത്? 0 1 1. 0 0 0യുടെ കയ്യിലായിക്കോളൂ. 3 1 ആണെന്നുണ്ടെങ്കിൽ 7ന്റെ കയ്യിലായിക്കോളൂ. 0 1 0 ആണെങ്കിൽ 2യുടെ കയ്യിലായിക്കോളൂ. നിങ്ങൾക്ക് വേറൊരു ഷോർട്ട് കട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് പറയുന്നത്? നമ്മളെ 4 2 1 എഴുതാ. എന്നിട്ട് ആരെ ബൈനറി വാല്യൂ? ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് 0 1 0 എന്ന് വിചാരിക്കുക. അപ്പൊ ആരാണ് 0? അതായത് 4നെ യൂസ് ചെയ്തില്ല. 1 അതായത് 2നെ യൂസ് ചെയ്തു. അപ്പൊ എന്താ നമ്മൾ ആൻസർ എന്തായിക്കൊള്ളുന്നത്? 2 ആയിരിക്കുള്ളൂ ഇതിന്റെ ആൻസർ. ഇങ്ങനെയും ചെയ്യാ. കൺഫ്യൂഷൻ ആവണുണ്ടെങ്കിൽ മറ്റേ വീഡിയോ കാണണം കേട്ടോ. നെക്സ്റ്റ് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. അതായത് തന്നേക്കണ നമ്പർ ഹെക്സാഡെസിമലിൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്തിലോട്ട് മാറ്റണം? ബൈനറിയിലോട്ട് മാറ്റണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹെക്സാഡെസിമൽ ആണ് വലിയ ബേസ്. അപ്പൊ നമുക്ക് എന്ത്? ഹെക്സാഡെസിമലിലെ ബേസ് നമുക്കറിയാം 16 ആണ്. അതിന് നേരെ പകുതി എടുക്ക 8 4 2 1. ഒക്ടലിന് കണ്ടപ്പോ 4 2 1. ഹെക്സാഡെസിമലിന് കണ്ട 8 4 2 1. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ള ടേബിൾ ആണിത്. നമുക്ക് ബൈനറി വാല്യൂസ് കിട്ടാനായിട്ട് 8 ആയതിന് 8 പ്രാവശ്യം 1 8 പ്രാവശ്യം 0, 4 ആവും 4 പ്രാവശ്യം 1 4 പ്രാവശ്യം 0. ആ രീതിയിൽ എഴുതി പോണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാട്ടോ. നോക്കിയപ്പോ എ ബി നമുക്കറിയാം. എ എന്ന് പറഞ്ഞാൽ ആരാ? 10 ആണ്. 10ന് കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് എന്ത്? 1 0 1 0. അത് എഴുതി കൊടുത്ത്. അടുത്തത് ബി. ബിയുടെ കറസ്പോണ്ടിങ് വാല്യൂ 1 0 1 1. അതും എഴുതി കൊടുത്ത്. അതുള്ള പരിപാടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സാഡെസിമൽ നമുക്കറിയാം 8 4 2 1 4 പേരാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? തന്നേക്കണ നമ്പറിന് 4 പേരാക്കി എങ്ങനെ ഡിവൈഡ് ചെയ്യാം? എന്ത് ചെയ്യണം? 4 പേരുള്ള നമ്പേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നപ്പോ ഇവരാകെ 3 പേരുള്ള. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത്ര ഉള്ളൂ. ആൾക്കാർ തികഞ്ഞില്ലെങ്കിൽ ഒരു 0 അങ്ങോട്ട് കൊടുക്കാം. ഇനി നോക്കാം.
1100 അതായത് സിക്കാണ് വരുന്നത്. ഇനി 001 3ക്കാണ് വരുന്നത്. നിങ്ങൾ ഈ ടേബിൾ നോക്കിയാൽ മതി കേട്ടോ. ഈ ടേബിൾ കറക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എവിടെയാണോ വരുന്നത് അവരെ കറസ്പോണ്ടിങ് വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ മക്കളെ. കൺഫ്യൂഷൻ ആവാനില്ല കേട്ടോ. അപ്പൊ ടീച്ചർക്ക് എത്ര ആൻസർ കിട്ടി? 4F3C എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആവുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒക്ടലിന്റെ ബേസ് എത്രയാണ്? 8. ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്? 16. 8ഉം 16ഉം തമ്മിൽ ഒരിക്കലും മാച്ച് ആവൂല. ഹെക്സാഡെസിമലും ഒക്ടലും തമ്മിൽ ഒരിക്കലും മാച്ച് ആവൂല. അപ്പൊ നമ്മ എന്ത് ചെയ്യും? ഒക്ടലി തന്നേക്കണ സാധനത്തിന് ബൈനറിയിലോട്ട് മാറ്റാം. ബൈനറി തന്നേക്കണ സാധനത്തിന് ഒക്ടലിലോട്ട് മാറ്റാം. സോറി, ഒക്ടലിന്ന് നമുക്ക് ഹെക്സാഡെസിമലോട്ടാണ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒക്ടലി തന്നേക്കണ സാധനത്തിന് ബൈനറിയിലോട്ട് മാറ്റാം. ബൈനറി കിട്ടിയേക്കണ വാല്യൂ എന്തിലോട്ട് മാറ്റാം? ഹെക്സാഡെസിമലിലോട്ട് മാറ്റാം. അതായത് ഇത്രേ ഉള്ളൂ. തന്നേക്കണ വാല്യൂ ഒക്ടലിലാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 16ലോട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡയറക്റ്റ് മാറ്റാൻ പറ്റൂല. ഇടയിൽ ഞാൻ ഒരാളെ കണ്ടുപിടിക്കണം. ആരാണ്? ബൈനറി. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഇതുള്ള പരിപാടി. അപ്പൊ നോക്കിയേ, ഇവിടെ 537 എന്നുള്ളൊരു നമ്പർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇൻടു ബൈനറി, അതിന്റെ ബൈനറി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ 537ന്റെ ഒക്ടല് വാല്യൂ തന്നിട്ട് അതിന്റെ ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഒക്ടലിന്ന് ഡയറക്റ്റ് ഹെക്സാഡെസിമലിലേക്ക് മാറ്റാൻ പറ്റൂലെന്ന്. അപ്പൊ നമ്മൾ അതിനെ എന്ത് കണ്ടുപിടിക്കുക? ബൈനറി കണ്ടുപിടിക്കുക. അപ്പൊ ഒക്ടലായിട്ട് 421 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ബൈനറി വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബൈനറിന്ന് എന്തിലോട്ട് മാറ്റാം? ഒക്ടലിലോട്ട് മാറ്റാം. അപ്പൊ എന്ത് ചെയ്യണം? തന്നേക്കണ നമ്പറിന് 4 പേരുള്ള, അതായത് നമുക്ക് കിട്ടിയ നമ്പറിന് എന്ത് ചെയ്യാം? 4 പേരുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റാം. അങ്ങനെ നോക്കി ഇവിടെ 1 ഒറ്റക്കാണ്. നമുക്ക് 4 പേര് വേണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു 3 0 അങ്ങോട്ട് എക്സ്ട്രാ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തപ്പോ 15F എന്ന് കിട്ടി. ഓക്കെ, 15 എന്ന് വെച്ചാൽ F. നെക്സ്റ്റ് നേരെ തിരിച്ചുള്ള കൺവേർഷൻ ആണ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. അതായത് ഇവിടെ വന്നത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഇനി വരുന്നത് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. അപ്പൊ അവിടെ സെയിം പ്രൊസീജിയർ ആണ് തന്നേക്കണ നമ്പറിന്. അതായത് എന്തിക്ക് മാറ്റാം? ബൈനറിയിലോട്ട് മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാം? 3 ആൾക്കാരുള്ള ഗ്രൂപ്പാക്കി മാറ്റാം. ഇവിടെ നമ്മൾ 4 ആൾക്കാരുള്ള ഗ്രൂപ്പാക്കി മാറ്റി. ഒക്ടലിക്കാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരാക്കാം? 3 ആൾക്കാരുള്ള ഗ്രൂപ്പാക്കി മാറ്റാം. കാരണം എന്താ? നമ്മൾ പറഞ്ഞു 4 2 1 3 പേരാണ് ഇവരുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? 3 ആൾക്കാരുള്ള ഗ്രൂപ്പാക്കി മാറ്റാം. ഓക്കെ, എന്നിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതാട്ടോ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇന്റീജർ റെപ്രസെന്റേഷൻ ആണ്. ശ്രദ്ധിച്ചിരിക്കാം. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? representing the following integers in sign and magnitude form 1's complement and 2's complement using 8 bits. 1's complement ആക്കണം, 2's complement ആക്കണം, sign and magnitude ആക്കണം 8 ബിറ്റിൽ. ഓക്കെ, ചെയ്യാം നമുക്ക്. അപ്പൊ നോക്കിയേ, ആദ്യം 25, അതിന്റെ സൈൻ നോക്കാം, പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നമ്പർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡും 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും സെയിം ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 25ന്റെ ബൈനറി വാല്യൂ നമുക്കറിയാം എന്ത്? 11001 ആണെന്ന്. ഓക്കെ, അതിനാ നമുക്ക് 8 ബിറ്റ് ആക്കണം. ഇവരാകെ 5 പേരുള്ള, അപ്പൊ ഞാൻ 3 ഒരു 0 കൂടി ഇട്ട് കൊടുത്ത് 8 ബിറ്റ് ആക്കി മാറ്റി. ആള് പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, 1സും സെയിം ആണ്, 2സും സെയിം ആണ്. സെയിം സാധനങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, -30 ഇടാം. ഇപ്പൊ നെഗറ്റീവ് ആണല്ലേ, തന്നേക്കുന്ന നമ്പർ എന്തായി മാറി? നെഗറ്റീവ് ആയി മാറി. നെഗറ്റീവ് ആവുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ബൈനറി 30യുടെ ബൈനറി വരുന്നത് 1110 ആണ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്ത് നമ്മൾ 30 എന്ത് ചെയ്ത് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടാ. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ എനിക്ക് കിട്ടാൻ 1110 ആണ്. 8 പേര് വേണം. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്ന അറിയോ? ഒരു 3 0 അങ്ങോട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? എഴുതാം. അങ്ങനെ ഇത് ഈ എഴുതിയ സാധനത്തിനാണ് ഞാൻ എന്ത് ചെയ്യാൻ പോണത്? ഇനി സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിലോട്ട് മാറ്റാൻ പോണത്. അപ്പൊ തന്നേക്കണ നമ്പർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ എഴുതുമ്പോ ഫസ്റ്റ് ബിറ്റ് മാത്രം 1 ആയി മാറും. ഫസ്റ്റ് ബിറ്റ് മാത്രം എന്തായി മാറും? 1 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കിയ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ഫസ്റ്റ് ബിറ്റ് മാത്രം എന്തായിരിക്കുള്ളൂ? 1 ആയിരിക്കുള്ളൂ. ശ്രദ്ധിക്കണം. നെക്സ്റ്റ് 1's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? 1നൊക്കെ 0 ആക്ക, 0നൊക്കെ 1 ആക്ക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1's കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് നമ്മളെ സൈൻ ആണല്ലേ, അതിനെ നിങ്ങൾ മാറ്റാൻ നിൽക്കേണ്ട, അതുപോലെ തന്നെ എടുത്ത് എഴുതിക്കോ. ബാക്കിയുള്ളവരെ മാറ്റാം.
ഈ 0 1 ആവും, ഈ 0 1 ആവും, ഈ 1 ഒക്കെ 0 ആവും, ഈ 0 1 ആവും. നേരെ തിരിഞ്ഞു. ഓക്കെ, നേരെ തിരിയും. ഇനി 2's കോംപ്ലിമെന്റ്. 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1's കോംപ്ലിമെന്റിന്റെ ഒപ്പം ഒരു 1 ആഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം 1 + 1 എത്രയാണ്? 0. ക്യാരി ആയിട്ട് എത്ര പോവും? 1 പോവും. അങ്ങനെ 0 + 1 എത്രയായിക്കോളും? 1. ബാക്കിയുള്ളവർ എന്ത് ചെയ്ത്? ഇറക്കി എഴുതി. അത്രയുള്ള പരിപാടി കേട്ടോ. ഇനി നമുക്ക് വരുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത് പറയുമ്പോൾ ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എടുത്തു പോണത് കേട്ടോ. ഓക്കെ, ഏത് വരെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ചാപ്റ്ററുമാണ്, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുമാണ്. ഓക്കെ, ഇനി ക്യാരക്ടർ റെപ്രസെന്റേഷൻ ഫസ്റ്റ് വരുന്നത് ആസ്കി. ഫുൾ ഫോം പഠിച്ചു വെക്കണം. എന്ത്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ആസ്കിയിൽ 2 വേർഷൻ ആണുള്ളത്. ആസ്കി 7 ഉണ്ട്, ആസ്കി 8 ഉണ്ട്. ആസ്കി 7 7 ബിറ്റ്സ് ആയിരിക്കും, ആസ്കി 8 8 ബിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്റ്റൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് അല്ലെങ്കിൽ EBCDIC ഫുൾ ഫോം പഠിക്കണം. ഇവിടെ യൂസ് ചെയ്യുന്നത് 8 ബിറ്റ് കോഡാണ്. ടോട്ടൽ 2⁸8 256 ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഇസ്കി, അതായത് ISCII, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ആ പേരിൽ തന്നെയുണ്ട് ഇന്ത്യൻ. സോ എന്താ ചെയ്യുക? ഇന്ത്യയിലുള്ള വേരിയസ് ലാംഗ്വേജസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് 8 ബിറ്റ് ആണ്. നെക്സ്റ്റ് യൂണിക്കോഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഡ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ റെപ്രസെന്റേഷനിൽ ലോകത്തിലുള്ള എല്ലാ റിട്ടൺ ലാംഗ്വേജസും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആരാ? യൂണിക്കോഡിന്. എന്തിനുള്ളതാണ്? ലോകത്തിലുള്ള എല്ലാ എഴുതപ്പെട്ട ലാംഗ്വേജസും റെപ്രസെന്റ് ചെയ്യാം, ബൈനറിലോട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? യൂണിക്കോഡ് യൂസ് ചെയ്യാം. ഇവിടെ വരുന്നത് 16 ബിറ്റ്സ് ആണ്, അതായത് 2⁻16 65,536 ക്യാരക്ടേഴ്സ് ടോട്ടലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? നെക്സ്റ്റ് വരുന്നത് ബൂളിയൻ ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, ഇവിടെ തൊട്ട് നമ്മളെ അടുത്ത സെക്ഷൻ വരെയാണ് എന്താണ്? ബൂളിയൻ ഓപ്പറേഷൻസ്. നമ്മളെ ബൂളിയൻ ഓപ്പറേഷൻസിൽ നമുക്ക് 3 ഗേറ്റ്സ് ആണ് വരുന്നത്. ഗേറ്റ് ആണ് വരുന്നത്. ആരൊക്കെയാണെന്ന് അറിയാം? ഒരാള് ഓർ ഗേറ്റ്, അടുത്ത ആള് ആൻഡ് ഗേറ്റ്, അടുത്ത ആള് നോട്ട് ഗേറ്റ്. ഓക്കെ, ഓർ ചെയ്യണത് അഡീഷൻ ആണ്, ലോജിക്കൽ അഡീഷൻ. ആൻഡ് ചെയ്യണത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അത്രയും തൽക്കാലം നോക്കി വെക്കാം. നമുക്ക് ആദ്യം ഓർ ഓപ്പറേറ്റർ ഓർ ഗേറ്റ് പഠിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഓർ എന്താ ചെയ്യാ? ലോജിക്കൽ അഡീഷൻ ആണ് ചെയ്യാ. അപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ ഞാൻ A B എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓർ നമുക്കറിയാം എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുക? ഓർ അഡീഷൻ ആണ് ചെയ്യുക. അപ്പൊ നോക്കിയാൽ 0ന്റെ 1ന്റെ എല്ലാ കോമ്പിനേഷനും എക്കും ബിക്കും ആയിട്ട് കൊടുക്കണം. എങ്ങനെ കൊടുക്കുക? 0 0 0 1 1 0 1 1 എല്ലാ കോമ്പിനേഷനും റെഡി ആയില്ലേ? ഇനി നമുക്കറിയാം ഓർ എന്താ ചെയ്യാ? അഡീഷൻ, അതായത് A + B. സോ 0 + 0 0 0 + 1 1 1 + 0 1 1 + 1 1. ശ്രദ്ധിക്കണം, 1 + 1 എത്രയാ വരുന്നത്? 1 ആണ് ട്ടോ വരുന്നത്. ഓറിൽ 1 + 1 എത്രയാണ്? 1 ആണ് വരുന്നത്. ഇനി ഓറിന്റെ സിമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ A കൊടുത്ത് 2 കോമ്പാണ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് വരുന്നത് ഇൻപുട്ട് ആയിട്ട് ഒരു Aയും ഒരു Bയും കൊടുത്ത് ഔട്ട്പുട്ട് എനിക്ക് എന്ത് ചെയ്യും? ഓർ എന്ത് ചെയ്ത് തരും? ആഡ് ചെയ്ത് തരും. സോ A + B അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആൻഡ് ഓപ്പറേറ്റർ ഓർ ആൻഡ് ഗേറ്റ്. ആൻഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നേരത്തെ കൊടുത്ത പോലെ തന്നെ എക്കും ബിക്കും കുറച്ച് വാല്യൂസ് കൊടുത്ത് 0 0 0 1 1 0 1 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 × 0 0 0 × 1 0 1 × 0 0 1 × 1 1. ഓക്കെ, ആൻഡിന്റെ സിമ്പിൾ വരുന്നത് ഒരു ചെറിയൊരു ഇങ്ങനത്തെ സിമ്പിൾ, 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. എയും ബിയും കൊടുത്ത ഔട്ട്പുട്ട് എനിക്ക് എന്ത് കിട്ടും? A.B, അതായത് A × B കിട്ടും. അതുള്ള പരിപാടി. സിമ്പിൾ നോക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ലോജിക്കൽ നോട്ട് ആണ്. നോട്ട് നമുക്ക് ചെയ്താൽ ഞാൻ A കൊടുത്താൽ എനിക്ക് A കോംപ്ലിമെന്റ് തരും. സിമ്പിൾ നോക്കിയേ, ഒരു കുഞ്ഞു സാധനം വന്നിട്ട് ഒരു ചെറിയൊരു റൗണ്ട് A കൊടുത്ത് എനിക്ക് എന്ത് തരും? A കോംപ്ലിമെന്റ് തരും. അതായത് ഇത്ര ഉള്ളൂ. ഞാൻ കൊടുക്കുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 0 ആയിക്കുള്ള ഔട്ട്പുട്ട്, ഞാൻ കൊടുക്കുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 1 ആയിക്കുള്ള ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇയാളെ ഇൻവേർട്ടർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഇൻവേർട്ടർ എന്നാണ് വിളിക്കുക. കാരണം എന്താ? നമ്മൾ കൊടുക്കുന്ന വാല്യൂ നെഗേറ്റ് ചെയ്ത് വേറെ ഓപ്പോസിറ്റ് വാല്യൂ ആക്കി തരും, ഇൻവേർട്ട് ചെയ്ത് തരും. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇൻവേർട്ടർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് വെച്ച് കണ്ട് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യണം. ഇവിടെ നോക്കിയേ, A കോംപ്ലിമെന്റ് + B ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം കോംപ്ലിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാം?
ആണ് യൂസ് ചെയ്യുക, നോട്ട് ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുക. സോ ഞാൻ എ എന്നുള്ളൊരു ഇൻപുട്ട് കൊടുത്ത് ബി എന്നുള്ള അടുത്ത ആളെ കൊടുത്ത്, രണ്ട് പേരാണുള്ളത്, എയും ബിയും കൊടുത്തു. ഓക്കെ, ഇനി ഇവരെ കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, നോട്ടിൽ കൊടുക്കുക. അപ്പൊ ഞാൻ നോട്ടിൽ കൊടുത്തിട്ട് എനിക്ക് ഇവിടെ എന്ത് കിട്ടി, എ കോംപ്ലിമെന്റ് കിട്ടി. ബീനെ വല്ലതും ചെയ്തിട്ടുണ്ടാ, ഇല്ല, വെറുതെ കൊടുത്തേക്കാണല്ലോ. അപ്പൊ നമുക്ക് ബീനെ വെറുതെ കൊടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ ഓർ ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഓർ നമുക്കറിയാം പ്ലസ് ആണ് ചെയ്യണമെന്ന്. സോ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കിട്ടി. അടുത്തത് എ പ്ലസ് ബി ഡോട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. ഓക്കെ, നമുക്ക് എ പ്ലസ് ബി ഉണ്ടാക്കാം. ആദ്യം ഇതുണ്ടാക്കാം, പിന്നെ ഇതുണ്ടാക്കാം, എന്നിട്ട് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കറിയാം പ്ലസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഓർ വെച്ച് ചെയ്യാം. സോ എ ബി രണ്ടാളെയും കണക്ട് ചെയ്ത് ഓറിൽ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടി, എ പ്ലസ് ബി. സെറ്റ് അല്ലേ? നെക്സ്റ്റ് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റിനെ വേണം, ബി കോംപ്ലിമെന്റിനെ വേണം. സോ ഞാൻ എന്ത് ചെയ്ത്, ഈ എനെ വലിച്ചെടുത്ത് കോംപ്ലിമെന്റ് നോട്ട് ഗേറ്റിൽ കൊടുത്ത് ബിനെയും എന്ത് ചെയ്ത് നോട്ട് ഗേറ്റിൽ കൊടുത്ത്, എ കോംപ്ലിമെന്റ് റെഡിയായി, ബി കോംപ്ലിമെന്റ് റെഡിയായി. ഇവർ തമ്മിൽ ആഡ് ചെയ്യാം, ഓറി കൊടുത്ത് ആഡ് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ഓപ്പറേഷൻ ഉള്ള ആൻഡിൽ കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അത്രയുള്ള പരിപാടി. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണത്. നമ്മള് കൊടുക്കുന്നത് ഓർ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി മാറ്റും എന്നറിയോ, ആൻഡ് ആക്കി മാറ്റും. നമ്മൾ കൊടുക്കുന്നത് ആൻഡ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താക്കി മാറ്റാം, ഓർ ആക്കി മാറ്റാം. നമ്മൾ കൊടുക്കുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ എന്താക്കി മാറ്റാം, 0 ആക്കി മാറ്റാം. നമ്മൾ 0 ആണെങ്കിൽ എന്താക്കി മാറ്റാം, 1 ആക്കി മാറ്റാം. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് 1.1 ഡ്യുവൽ. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി ആണ് നമ്മൾ പറയുന്നത്. ഡ്യുവൽ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 1 എന്താക്കുക, 0 ആക്കുക. ഡോട്ടിന് നമ്മൾ എന്താക്കുക, അതായത് ആൻഡിന് നമ്മൾ എന്താക്കുന്ന വേണ്ടിട്ട് ഓർ ആക്കണം, പ്ലസ് ആക്കുക. ഈ 1 എന്താക്കുക, 0 ആക്കുക. ഇത്രയുള്ള പരിപാടി. അതാണ് ഇവിടെ പറഞ്ഞേക്കണത്. എന്ത്, ചേഞ്ചിങ് ഈച്ച് ഓർ ടു ആൻഡ്. എല്ലാ ഓറിനെയും എന്താക്കണം, ആൻഡ് ആക്കി മാറ്റണം. ആൻഡ് ടു ഓർ, ആൻഡിനൊക്കെ എന്താക്കി മാറ്റാം, ഓർ ആക്കി മാറ്റാം. റീപ്ലേസ് 0 by 1, 0 എന്താക്കുക, 1 ആക്കുക. ആൻഡ് 1 by 0, 1 എന്താക്കുക, 0 ആക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഡി മോർഗൻസ് ലോ ആണ്. ഡി മോർഗൻസ് ലോയിൽ പറയുന്നത്, ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് വൈ ഓൾ കോംപ്ലിമെന്റ്, എക്സിന്റെയും വൈന്റെയും ഓൾ കോംപ്ലിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഓരോരുത്തർ ഈ ഓൾ കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്തു, ഓരോരുത്തർക്കുള്ള കോംപ്ലിമെന്റ് ആക്കി മാറ്റി. പ്ലസ് ഞാൻ എന്ത് ചെയ്ത്, ഡോട്ട് ആക്കി മാറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ദ കോംപ്ലിമെന്റ് ഓഫ് sum of boolean variables is equal to the product of their individual complement. All complement നമ്മൾ എന്താക്കി മാറ്റി, സമ്മിയെ നമ്മൾ എന്താക്കി മാറ്റി, പ്രൊഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് ആക്കി. അത്രേ ഉള്ളൂ. ഈ സെക്കൻഡ് ലോ നേരെ ഓപ്പോസിറ്റ്. എന്താ, ഇവിടെ പ്ലസിന് പകരം ഡോട്ട് ഓൾ കോംപ്ലിമെന്റ് നമുക്ക് എന്താക്കുക, ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റിന്റെ സമ്മാക്കി മാറ്റാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ദ കോംപ്ലിമെന്റ് ഓഫ് product of boolean variables is equal to the sum of their individual complement. സമ്മായി, നേരത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു, ഇവിടെ സമ്മായിരുന്നു, ഇവിടെ പ്രൊഡക്റ്റ് ആയി. എത്രയുള്ള ഡിഫറൻസ് കേട്ടോ. അടുത്തത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. നമുക്ക് 2 ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ഈ 2 ഗേറ്റിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കാൻ കാരണം ഇവരെ വെച്ചിട്ട് നമുക്ക് എല്ലാ ഗേറ്റ്സിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് ആൻഡിനെ നോട്ടിനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ എന്ത് വിളിച്ചത്, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിച്ചത്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റിലെ ആദ്യത്തെ ആള് നാൻഡ്. നാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻഡിന്റെ ഒപ്പം ഒരു നോട്ട് ചേർത്തതാണ് ആര്, നാൻഡ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഞാൻ എയും ബിയും കൊടുത്താല് എ ഡോട്ട് ബിയുടെ കോംപ്ലിമെന്റ് കിട്ടും. നോക്കിയപ്പ 0യും 0 കൂടെ നമുക്കറിയാം, 0 × 0 0 ആണെന്ന് അറിയാം. നേരെ ഓപ്പോസിറ്റ് ആക്കി 1 തരും. തന്നേക്കണ സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പോസിറ്റ് ആക്കാം. 0 × 1 നമുക്കറിയാം 0 നേരെ ഓപ്പോസിറ്റ് ആക്കി 1 തരും. 1 × 0 നമുക്കറിയാം 0 ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്കി 1 തരും. 1 × 1 നമുക്കറിയാം 1 ആണ്, അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആക്കി 0 തരും. എന്താണ് ആൻസർ, അതിന് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് ചെയ്തിട്ട് അതിനൊപ്പം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. അടുത്തത് വരുന്നത് നോർ ആണ്. അടുത്ത യൂണിവേഴ്സൽ ഗേറ്റ് ആണ് നോർ. സിമ്പിൾ വരുന്നത് ഇങ്ങനെയാണ്, ഒരു ഓറിന്റെ ഒപ്പം ഒരു ചെറിയ 0 വന്നപ്പോ എന്തായി, നോറായി മാറിയത്. ഇത് സാധാ ഓർ ഗേറ്റിന്റെ ഒപ്പം നോർ ഗേറ്റ് ആഡ് ചെയ്ത് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ മതി ആൻഡ് ഗേറ്റിന്റെ ഒപ്പം ഒരു നോട്ട് ഗേറ്റ് വന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യണത് ആൻഡ് ചെയ്തിട്ട് ഓർ ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യാ, നോട്ട് ചെയ്യാ. അപ്പൊ നമുക്കറിയാം 0 + 0 0 ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോ 1. 0 + 1 1 ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോ 0. 1 + 0 0 1 ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോ 0. 1 + 1 1 ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോ 0. എന്താണ് കിട്ടണ ആൻസർ, അതിന് എന്ത് ചെയ്യാം, നേരെ ഓപ്പോസിറ്റ് ആക്കുക. അത്രയുള്ള എന്ത്, നോറും നാൻഡും. ഇവര് രണ്ടുപേരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ.
ഇത്രയുള്ള ഈ ചാപ്റ്റർ. ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ടീച്ചർ മറന്നിട്ടില്ല എങ്കിൽ കൂടി ആ ലോസ് വല്ലപ്പോഴാണ് ചോദിക്കാറ്, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, എങ്കിൽ കൂടി നിങ്ങൾ അത് നോക്കി വെക്കണം കേട്ടോ. ഇത്രയും സ്ലൈഡ്സ് ആയതുകൊണ്ടാണ് ടീച്ചർ അത് ആഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പൊ ബാക്കിയുള്ള പോർഷൻസും കൂടി കറക്റ്റ് ആയിട്ട് നോക്കി പോണം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.